അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജമാഅത്തെ ഇസ്ലാമുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ആശയതലത്തിലുള്ള ഈ പ്രവർത്തനത്തിന്റെ മറുപടി. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് മീഡിയ മണ്ണായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയതലത്തിലുള്ള വക്താവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കേസെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം. അത് ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് എതിർക്കണം. ജമാഅത്ത് ആശയത്തെ ആശയം കൊണ്ട് തന്നെ എതിർക്കണം. എല്ലാം നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിയും വേണ്ട. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിനെ വെറുതെ കുറെ അഭിപ്രായം പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനില്ലേ, അതിന് എന്നെ കിട്ടൂല. അതാ പറഞ്ഞ പച്ച മലയാളം വർത്താനം പറഞ്ഞോണ്ടിരിക്കും. തള്ളൂല. എതിരിടുന്നു. അയാളെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? അഭിപ്രായം പറഞ്ഞു. രണ്ടല്ല ഒന്നാണ്. കാരണം അയാളെ അഭിപ്രായം പറഞ്ഞു, പാർട്ടിന്റെ അഭിപ്രായം പറഞ്ഞു. അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. അല്ലാണ്ട് ആളുകൾ വ്യക്തിപരമായിട്ട് അഭിപ്രായം അല്ല ഉള്ളത്. അതാ കാര്യം. ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി ഒന്നും ചോദിക്കാണ്ടില്ല. ആണ് മതരാഷ്ട്രം മാത്രമല്ല, ലോകത്താകെ മതം ലോകം ഉണ്ടാവണം എന്നാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിനുതകുന്ന നിലപാട് UDFന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. ചെറിയ പ്രശ്നം മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിന് ഒരു സ്വാധീനമൊന്നുമില്ല. ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനമില്ല. ആശയം അതെ, തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലായില്ലേ? അതെല്ലാം മാറിക്കൊണ്ടിരും. തെറ്റിദ്ധാരണയല്ലേ, പൂർണ്ണധാരണയല്ലല്ലോ. ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും. അപ്പോൾ ജനങ്ങൾ മാറും. ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ ബാംഗ്ലൂരിലെ മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിന്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്നല്ലേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് 40% വോട്ട് കിട്ടിയത്. കൂടുതൽ പോയിട്ടൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. കൂടുതൽ പോയി എന്ന് പറയുന്നത് വെറുതെ പറയും. 40% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 39.97% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല, ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും. 110 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തും. പോരെ? അങ്ങനെ മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മറക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹം. UDFന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണമാണ്. അതെന്തിനാ മറക്കുന്നത്? മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് പോയിക്കോട്ടെ. വീണ്ടും ഡിവിഷൻ ഉണ്ടാകും. ഇവിടെ ഡിവിഷൻ ഇല്ലാണ്ടിരിക്കും. നല്ല ഐക്യത്തോടു കൂടി നിൽക്കല്ലേ ജനങ്ങൾ മുഴുവൻ. ഇവിടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണ്. ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത്. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ പുറപ്പെടണം.